നമസ്കാരം. ഫ്രഞ്ച് ടോപ്പ് ലീഗ് ഫുട്ബോളിൽ മുസ്ലിം സഹതാരങ്ങൾക്ക് റമദാൻ നോമ്പ് തുറക്കാൻ അവസരമൊരുക്കുന്നതിനായി പരിക്ക് അഭിനയിച്ചു ഗോൾ കീപ്പർ. നോമ്പ് തുറക്കുന്നതിനായി മത്സരത്തിനിടയിൽ ഇടവേളകൾ അനുവദിക്കരുതെന്ന ഫുട്ബോൾ അധികൃതരുടെ കർശന വിലക്ക് നിലനിൽക്കവെയാണ് സംഭവം. ഞായറാഴ്ച നടന്ന ലീഗ് 1 പോരാട്ടത്തിൽ ലെ ഹാവ്രെയ്ക്കെതിരെ നാൻഡസ് 2-0 വിജയിച്ച മത്സരത്തിനിടയിലാണ് നാൻഡസ് ഗോൾ കീപ്പർ ആന്റണി ലോപ്പസ് നാടകീയമായി മൈതാനത്ത് വീണത്. പകുതി ദൂരത്ത് വെച്ച് പന്ത് ത്രോയിനായി പുറത്തുപോയ സമയത്തായിരുന്നു ആരും തൊടാതെ തന്നെ ലോപ്പസ് നിലത്ത് വീണത്. മത്സരത്തിനിടയിൽ പന്ത് ഗ്രൗണ്ടിന് പകുതിയോളം ദൂരെ വെച്ച് ത്രോയിനായി പുറത്തേക്ക് പോയ സമയത്ത് ഗോൾ കീപ്പർ ആന്റണി പെട്ടെന്ന് ആടിയലിഞ്ഞ് നിലത്ത് വീഴുകയായിരുന്നു. ആരും തള്ളുകയോ തട്ടുകയോ പോലും അദ്ദേഹത്തെ ചെയ്തിരുന്നില്ല. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന ഔട്ട്ഫീൽഡ് താരങ്ങൾ വൈദ്യസഹായം തേടണമെങ്കിൽ മൈതാനത്തിന് പുറത്തേക്ക് പോകണമെന്നതാണ് നിയമം. കളി തടസ്സമില്ലാതെ തുടരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഈ നിയമം ഗോൾ കീപ്പർമാർക്ക് ബാധകമല്ല. ഇത് മുതലെടുത്താണ് ലോപ്പസ് ഹാംസ്ട്രിങ്ങിന് ക്ലബ് ഡോക്ടർമാരുടെ ചികിത്സ തേടിയത്. ലോപ്പസ് മൈതാനത്ത് ചികിത്സ സ്വീകരിക്കുന്ന ആ സമയം കൊണ്ട് 5 സഹതാരങ്ങൾ നോമ്പ് തുറക്കാനായി ടച്ച് ലൈനിന് അടുത്തേക്ക് പോവുകയായിരുന്നു. സഹതാരങ്ങൾ നോമ്പ് തുറക്കുന്നതിനായി ഭക്ഷണവും വെള്ളവും കഴിക്കുന്നത് ഈ സമയം കാണാമായിരുന്നു. ബുർക്ക നിരോധിച്ചതുൾപ്പെടെ നിയമങ്ങൾ അതീവ കർശനമായ ഫ്രാൻസിൽ മതപരമായ കാരണങ്ങളാൽ കളി തടസ്സപ്പെടുത്താൻ ഫുട്ബോൾ അധികൃതർ അനുവാദം നൽകിയിട്ടില്ല. ചികിത്സയ്ക്ക് ശേഷം മുൻ പോർച്ചുഗൽ താരം കൂടിയായ ലോപ്പസ് വളരെ സാവധാനമാണ് എഴുന്നേറ്റത്. കളി പുനരാരംഭിക്കുന്നതിന് മുൻപ് സഹതാരങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പരമാവധി സമയം നൽകാനായിരുന്നു ഇത്. ഫ്രഞ്ച് ടോപ്പ് ഡിവിഷനിൽ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിലാണ് നാൻഡസ് എന്നതിനാൽ ഈ വിജയം അവർക്ക് നിർണായകമായിരുന്നു. 18 ടീമുകളുള്ള ലീഗിൽ 17-ാം സ്ഥാനത്താണ് നിലവിൽ ഈ ക്ലബ്ബ്. 16-ാം സ്ഥാനത്തുള്ള ഓക്സറിനൊപ്പമാണ് പോയിന്റ് നിലയിലെങ്കിലും ഗോൾ വ്യത്യാസത്തിൽ പിന്നിലായതിനാൽ നാൻഡസ് ഇപ്പോൾ റെലഗേഷൻ സോണിലാണ്. പോയിന്റ് പട്ടികയിലെ അവസാന 2 സ്ഥാനക്കാരായിരിക്കും ലീഗിൽ നിന്ന് പുറത്താകുക. പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്കിടയിൽ മുസ്ലിം താരങ്ങൾക്ക് റമദാൻ നോമ്പ് തുറക്കാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള കരാർ 2021 നിലവിൽ വന്നിരുന്നു. ഒരു വർഷത്തിനു ശേഷം ജർമ്മൻ ലീഗായ ബുണ്ടസ്ലീഗയും ഇതേ മാതൃക പിന്തുടർന്നു. റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന മുസ്ലിം താരങ്ങൾക്കായി ഫുട്ബോൾ ക്ലബ്ബുകൾ അവരുടെ പരിശീലന സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ലിവർപൂളിന്റെ മുൻ പരിശീലകൻ യൂർഗൻ ക്ലോപ്പ് തന്റെ വിജയകരമായ കാലയളവിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് കളിക്കുന്നതും പരിശീലനം നടന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് 2022 ബീൻ സ്പോർട്സിനോട് സംസാരിക്കവേ മുൻ ലിവർപൂൾ താരം സാദിയോ മാനെ പറഞ്ഞിരുന്നു. എന്നാൽ റമദാൻ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ക്യാപ്റ്റനായ ഹെൻഡേഴ്സിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പരിശീലന സമയം മാറ്റി അത് രാവിലെയാക്കാൻ പറ്റുമോ എന്ന് കോച്ചിനോട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അത്. രാവിലെ പരിശീലനം നടത്തുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ വിശ്രമിക്കാനും വീട്ടിൽ പോകാനും ആവശ്യത്തിന് സമയം ലഭിക്കും. എന്നാൽ ഉച്ചയ്ക്ക് 2-3 മണിക്കാണ് പരിശീലനമെങ്കിൽ അത് കഠിനമായിരിക്കും. ഞങ്ങളുടെ ആവശ്യം കോച്ച് അംഗീകരിച്ചു. അതോടെ കാര്യങ്ങൾ കൂടുതൽ ലളിതമായി. മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. മത്സര ദിവസങ്ങളിൽ ലിവർപൂൾ താരങ്ങൾ എങ്ങനെയാണ് നോമ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന ചോദ്യത്തിന് മാനെ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: അത് എളുപ്പമല്ല, പക്ഷേ എപ്പോഴും മത്സര ദിവസം എന്നത് മറ്റൊരു അനുഭവം തന്നെയാണ്. റമദാൻ സമയത്ത് കാര്യങ്ങൾ കഠിനമാണെങ്കിലും ലിവർപൂൾ അത് ഞങ്ങൾക്ക് എളുപ്പമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ന്യൂട്രീഷനിസ്റ്റ് മോനയുമായി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് മത്സര ദിവസത്തിന് മുൻപ് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവരെല്ലാം ലളിതമാക്കി തരാറുണ്ട്. ഈ വർഷത്തെ റമദാൻ ഫെബ്രുവരി 17-നാണ് ആരംഭിച്ചത്. മാർച്ച് 19 വരെ ഇത് ഉണ്ടാവും. ഇസ്ലാമിക കലണ്ടർ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ ഓരോ വർഷവും മാസപ്പിറവി നിരീക്ഷിച്ചാണ് തീയതികൾ ഉറപ്പിക്കുന്നത്. ഫെബ്രുവരി 17 വൈകുന്നേരം മാസപ്പിറവി കണ്ടതോടെയാണ് ഈ വർഷത്തെ വിശുദ്ധ മാസം ഔദ്യോഗികമായി തുടങ്ങിയത്.